തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ നിർത്തിയത് കോൺഗ്രസിന് കള്ളപ്പണം ഇറക്കാനുള്ള മാർഗമായി മാറുമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറയുന്നത്. സുതാര്യമായ സംവിധാനമാണ് നടപ്പാക്കിയിരുന്നത്. തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാക്കുകയെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യമാണെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഒന്നുമില്ല, അത് പ്രതിപക്ഷത്തിന് വീണ്ടും കള്ളപ്പണം ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. ശരിയായ രീതിയിൽ സുതാര്യമായ നിലയിൽ ബാങ്ക് വഴി പിന്നെ ഇടപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്നതിനെ മാറ്റിയിട്ട് പഴയതുപോലെ കോൺഗ്രസിന് കള്ളപ്പണം ഇറക്കാനുള്ള ഒരു വഴിയായിട്ട് അത് മാറുന്നേ ഉള്ളൂ. അല്ലാതെ വേറൊരു കാര്യം അതിലില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെന്റ് നടപ്പാക്കിയത്. അത് പിന്നെ ജനങ്ങൾ അത് തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇവിടെ ഒരു സംസ്ഥാനം അല്ല, അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ആ കോടതി വിധിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാക്കുക എന്നുള്ളത് മോദി സർക്കാരിന്റെ ഒരു പ്രതിജ്ഞാബദ്ധതയാണ്. അത് വരുന്ന 5 കൊല്ലം നമുക്ക് വീണ്ടും മോദി സർക്കാർ വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും എന്താണ് ചെയ്യുന്നത്? കള്ളപ്പണം ഉപയോഗിച്ച് ഇവിടെ കേരളത്തിലാണെങ്കിൽ സഹകരണ ബാങ്കുകളിൽ കൊണ്ടുപോയി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ED അന്വേഷിച്ചു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അഴിമതി. 32 ബാങ്കുകളാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും അത് ചർച്ച ചെയ്യുന്നില്ല. 32 സഹകരണ ബാങ്കുകളിലാണ് ഒരു പാർട്ടി വ്യാജ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, പിണറായി വിജയന്റെ പാർട്ടി ഒരു ജില്ലയിൽ മാത്രം 32 ബാങ്കുകളിൽ സഹകരണ സ്ഥാപനങ്ങളിൽ കള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കേരളമാകെ അവരെത്ര കള്ളപ്പണം ഉപയോഗിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും CPM-ഉമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഡിജിറ്റലായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. സുതാര്യതമാക്കാം.